നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. വെൽക്കം ഓൾ മൈ ഫ്രണ്ട്സ് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലോക്കൽ ഡെസ്റ്റിനേഷനാണ്, ഫുജറ ഫോർട്ട്. ഏകദേശം 500-550 വർഷമുള്ള ഒരു ഫോർട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏതായാലും ഇന്നൊരു വീക്കെൻഡാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഫുജറയിൽ കുറച്ച് പർച്ചേസ് ഉണ്ട് കാരഫോറിൽ. സോ ഓൺ ദ വേ ഇൻ ബിറ്റ്വീൻ നമുക്ക് അവിടെ ഫോർട്ടിലോട്ട് പോയിട്ട് അവിടെയും ഒന്ന് ഷൂട്ട് ചെയ്ത് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മർബയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ നമ്മൾ ഫുജറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോഫുക്കാൻ ഫുജറ റോഡാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ഫുജറയിൽ എത്തിയിട്ടുണ്ട്, നിയർ ടു ദ ഫോർട്ട്. സോ വി ഹാവ് റീച്ച്ഡ് ഫുജറ ഫോർട്ട്. ഇതാണ് അതിൻ്റെ കവാടം. ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും. നല്ല ഭംഗിയായിട്ട് അവർ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വിത്ത് യുവർ ഫ്രണ്ട്സ്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒരു കുഞ്ഞു ബട്ടൺ ഉണ്ട്, ബെല്ലൈക്കൺ, അതും ഒന്ന് പ്രസ് ചെയ്തോളൂ. സോ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റീച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഫോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സിറ്റി ഓഫ് ഫുജിറ. അതായത് ഫുജിറ സിറ്റിക്കകത്ത് തന്നെയാണ് ഈ ഫോർട്ട് ഉള്ളത്. നിങ്ങൾ വല്ല ദുബൈയിൽ നിന്നോ അബുദാബിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഈ ഫുജിറ ഫോർട്ട് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ലൊക്കേഷന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോർട്ട് ഇൻ ദ UAE. അതായത് UAEയിലുള്ള ഏറ്റവും പഴയതും അതുപോലെ തന്നെ ഏറ്റവും വലിയതുമായിട്ടുള്ള ഒരു ഫോർട്ടും കൂടിയാണ് ഫുജറ ഫോർട്ട്. സോ വി വിൽ മൂവ് ടു ഇൻസൈഡ് ദ ഫുജറ ഫോർട്ട്. ഇപ്പം നമ്മൾ ആ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു വ്യൂ. ഞാൻ കാറിൽ നിന്നാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡുകളൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അവിടെ ട്രീസും ഒന്നുമില്ല, ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഡിസേർട്ടാണിത്. നിങ്ങളെ മുമ്പിൽ കുറച്ച് മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫുജറ ഫോർട്ട്. ഇവിടെ എൻട്രൻസ് എല്ലാം ടോട്ടലി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫോർട്ട് ഈസ് ഓപ്പൺ ടിൽ 5 PM. ഈവനിങ് 5 മണി വരെ ഇതെല്ലാവർക്കും നമുക്ക് ഇവിടുന്ന് ഇത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്.
സോ നമുക്ക് ഫോർട്ട് കാണുന്നതിന് മുമ്പ് നമുക്ക് സറൗണ്ടിങ് ഏരിയ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ഫോർട്ടും അതുപോലെ തന്നെ ഇവിടെ അറൌണ്ട് 40 മഡ് ബ്രിക്ക് ഹൗസസുകൾ ഉണ്ട്. അതായത് ചെളി കൊണ്ടുണ്ടാക്കിയ വീടുകൾ കുറേ ഉണ്ട് ഇവിടെ, കട്ട കൊണ്ടുണ്ടാക്കിയ കുറേ വീടുകൾ ഇവിടെ ഉണ്ട്. അത് ഏകദേശം അവർ പറയുന്നത് അറൌണ്ട് 40 വീടുകൾ ഉണ്ടായിരുന്ന പറയുന്നത്. പക്ഷെ കുറേ ഇപ്പം നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും കുറേ റിനോവേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് വീടുകളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു അവരുടെ വീടിന്റെ സ്റ്റൈലുകൾ, അവരുടെ കോമ്പൗണ്ട്സ്, അവരുടെ ബെഡ്റൂംസ് എല്ലാം ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഹാവ് എ ലുക്ക്. ശരിക്കും സർപ്രൈസുകളാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പഴയ കാലത്തെ വീടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓല കൊണ്ടുള്ള വീടാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഡേറ്റ്സിന്റെ, അതായത് എന്താ പറയാ, ഈത്തപ്പഴത്തിന്റെ പനയുടെ പട്ടകളാണ് ഇതിന് മേലിട്ടുള്ളത്. അങ്ങനെയാണ് അവരുടെ വീടിന്റെ മേൽക്കൂരയൊക്കെ അവർ പണിതെന്ന് തോന്നുന്നു പഴയ കാലത്ത്. ജസ്റ്റ് ഒരു ചെറിയ 2 റൂം, ഒരു ചെറിയൊരു കോമ്പൗണ്ട്, അതാണ് അവിടുത്തെ അന്നത്തെ ഒരു സെറ്റപ്പ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം അവരൊന്നും കാണാത്തൊരു കാഴ്ചയാണല്ലോ, അവരങ്ങനത്തെ ഒരു വ്യൂസ് ആണല്ലോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അവരുടെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് കാണാം. അവരുടെ ഓൾഡ് ടെക്നോളജിയാണിത്. ഇതവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളും പറ്റ നശിച്ചു പോയിട്ടുണ്ട്. അവർ അതേപോലെ തന്നെ വീണ്ടും അത് ആ ഷേപ്പിൽ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഉപയോഗിക്കുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ച സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റോക്സ്, പാറക്കഷ്ണങ്ങളും, ഗ്രേബിൾസ്, ചരലുകൾ, അതുപോലെ തന്നെ ചെളി, മഡ്, അതുപോലെ തന്നെ ഈ വൈക്കോലിൻ്റെ എന്താ പറയുക, ഉണങ്ങിയ ഗ്രാസ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട്, ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഓൾഡ് കൺസ്ട്രക്ഷൻ ആണ്. സോ ദേ ആർ ഗോയിങ് ടു റിനോവേറ്റ് ദ മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രോയിഡ് ഹൗസസ് അഗെയിൻ ടു ദ നോർമൽ ലെവൽ.
ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് ലീഡേഴ്സിൻ്റെ വീടുകളാണ്. അതിൽ ആ ലീഡേഴ്സിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഡോറ് അൺഫോർച്ചുനേറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇനി കൊറോണ ഇഷ്യൂസ് കൊണ്ട് ക്ലോസ് ചെയ്തെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ഒരു വഴിയില്ല. ഞാൻ അതിൻ്റെ പുറത്തെ വ്യൂസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ ഫോർട്ടിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വെല്ലുണ്ട്. ഓൾമോസ്റ്റ് ഡ്രൈ ആണ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള, ഞാൻ കാണിച്ചു തരാം. ഈ വെല്ലിൻ്റെ ഏകദേശം മിഡിൽ വരെ, ഏകദേശം ഒരു 50% വരെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സുകളും ഉണ്ട്. അതിനുശേഷമാണ് പിന്നെയും കുറച്ചും കൂടി ഡെപ്തിലാണ് ഈ വെല്ല് കിടക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ഇൻഫർമേഷൻ ഡെസ്ക് അൺഫോർച്ചുനേറ്റ്ലി നോട്ട് അവൈലബിൾ. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ്, ഈ വെല്ലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. Anyway, we will see. ഡിയർ ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ഫുജറ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫുജറ ഫോർട്ട്. വിസിറ്റേഴ്സൊക്കെ പറ്റ കുറവാണ്. COVID-19 ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, ആരുമില്ല. സോ ഇറ്റ് വാസ് വെരി ഈസി ടു ഷൂട്ട് ദ ഏരിയ. ഏകദേശം സീ ലെവലിൽ നിന്നും 20 മീറ്റേഴ്സ് എബോവിലാണ് ഈ നമ്മളെ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ ഹില്ലിലാണ് ഇതുള്ളത്. Actually, this Fujairah Fort is guarded by 3 round watch towers and a square watch tower. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാം, ഒരു സ്ക്വയർ വാച്ച് ടവർ കാണാം.
അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റിനും റൈറ്റിനും ബാക്ക് സൈഡിലുമായിട്ട് 3 റൗണ്ടഡ് വാച്ച് ടവറും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 വാച്ച് ടവർ ആണ് ഫുജറ ഫോർട്ടിനുള്ളത്. ദ റീസൺ ബിഹൈൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫോർട്ട് ഈസ് സെക്യൂരിറ്റി. അവരുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഫോർട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫോർട്ടിന്റെ ബാക്ക് സൈഡാണ് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The watchtowers and the main buildings are connected by the wall. അതായത് ഈ എല്ലാ വാച്ച് ടവറുകളും കണക്റ്റഡ് വാൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ഏരിയ ഉണ്ട്. There is a central hall. It is surrounded by these towers and wall. അങ്ങനെയാണ് ഇതിന്റെ, അതായത് ഫ്രണ്ട് ഉള്ളിലൊരു സ്പേസ്, സറൗണ്ടിങ്ങിൽ വാൾസുകളും പിന്നെ ഓരോ ഏരിയയിലും വാച്ച് ടവറുകളും, ഫ്രണ്ടിൽ നമ്മൾ സ്ക്വയർ വാച്ച് ടവറുമാണ്. ഇതിന്റെ ഡിസൈനിൽ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. As I mentioned earlier, ഇതിന്റെ ഇറ്റ്സ് ബിൽഡ് ഓഫ് ലോക്കൽ മെറ്റീരിയൽസ്, അതായത് റോക്സ്, ഗ്രേവൽസ്, മഡ്, ഹേ ആൻഡ് പ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. According to radiocarbon dating, the date of construction is around 1500 to 1550 ഇത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അക്കോർഡിംഗ് ടു സ്റ്റഡി പറയുന്നത്. ദ എക്സാക്ട് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ സ്റ്റിൽ അൺനോൺ. ഇതിനെപ്പറ്റി ആർക്കും സ്റ്റിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. The British Navy destroyed the 3 of the towers in 1925. ബ്രിട്ടീഷ് നേവി 1925 ഇതിന്റെ 3 ടവേഴ്സും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. It was restored by Fujairah administration during 1997 to 2000. അവരത് with the same materials, to the same level and to the same design. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ സ്ക്വയറിലുള്ള ഒരു വാച്ച് ടവർ, അതിന്റെ താഴെ നമുക്ക് ഇവർക്കുള്ള ജയിലിന്റെ ഒരു റൂമുകളും ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂം ഫോർ ഫെർമെന്റിങ് ഡേറ്റ് സിറപ്പും ഉണ്ട്. അതായത് ഇത് ഫെർമെന്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിനുള്ളിലുണ്ട്. ആക്ച്വലി ഇതിന്റെ ഉള്ളത്തെ വ്യൂ എനിക്ക് കിട്ടിയില്ല, കാരണം COVID-19 ആയതുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യൂസുകളൊന്നുമില്ല. ഈ 3, ആസ് ഐ മെൻഷൻ ഏർലിയർ, ഈ 3 ടവേഴ്സുകളും ഒരു സ്ക്വയർ ടവറും കൂടി അതിനുണ്ട് ഇൻസൈഡിലൊരു സ്പേസ്. പിന്നെ മോറോവർ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, ദിസ് ഫോർട്ട് വിച്ച് ചേഞ്ചസ് ദ കളർ ബിറ്റ്വീൻ ഡീപ്പ് ഓറഞ്ച് ആൻഡ് ലൈറ്റ് ബ്രൗൺ ഡിപ്പെൻഡ് അപ്പോൺ ദ ലൊക്കേഷൻ ഓഫ് ദ സൺ. അതായത് സൺഡേ ലൈറ്റിനനുസരിച്ച് ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേമസ് മലയാളം സിനിമയിലെ ഗദ്ദാമയുടെ ഷൂട്ടിങ്, കാവ്യമാധവനോടുള്ള ഒരു പോർഷന് ഇതിന്റെ ഈ ടവറിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു ജയിൽ സീനാണെന്ന് തോന്നുന്നു. ിരിക്കുന്നത് ഫുജറ ഫോർട്ടിന്റെ ബാക്ക് സൈഡ് ആണ്. വലിയ സ്റ്റോണുകളും, അതായത് ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവർ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അത് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അതിന്റെ വാച്ച് ടവേഴ്സും എല്ലാം കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നിൽ കുറെ നമ്മുടെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കവേർഡ് ചെയ്തിട്ട് ഇതിനുള്ളിൽ കുറെ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നും ടെക്നോളജി എനിക്ക് തോന്നുന്നത് ഇത് വെള്ളം അവർ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതിനുള്ള വലിയ ടാങ്ക്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്തത്. മേ ബി ദിസ് ടെക്നോളജി വാസ് യൂസ്ഡ് ബൈ ദ ഓൾഡ് പീപ്പിൾസ്.
ഇത് ഫുജിറ ടവറിന്റെ ഉള്ളിലുള്ള ചില വ്യൂസുകളാണ്, ചില ഫോട്ടോസാണ്. ഞാൻ ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുത്ത ഫോട്ടോസുകളാണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ വ്യൂ. അതായത് സറൗണ്ടഡ് ബൈ വാൾസ് എന്ന് പറഞ്ഞല്ലോ, ഓരോ ടവറുകൾ, അവരുടെ ജയില്, അതുപോലെ തന്നെ റൂം ഫോർ ഫെർമെന്റിങ് ദ സിറപ്പ്, പിന്നെ മേലോട്ട് കയറുള്ള സ്റ്റേഴ്സ്. ഇത് ഇവിടുന്ന് എന്താ പറയാ, ഇത് വാച്ചിങ് ടവർ ആണല്ലോ. ഇപ്പൊ അവിടുന്ന് ഓരോ വ്യൂ, അവർക്ക് ഇവിടുന്ന് കാണാനുള്ള വ്യൂസുകൾ. ഇതിന്റെ മേലെയൊക്കെ ഈ ഡേറ്റ്സിന്റെ കമ്പ് കൊണ്ട് എടുത്തിട്ടുള്ള ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ടാണ് അവരെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് 4 ടവർ ഉണ്ട്, 4 വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു 1 ടവർ ടുവാർഡ്സ് ദ മൗണ്ടൈൻ ആണ്, അവർക്ക് മൗണ്ടൈൻ വാച്ച് ചെയ്യാനും. 1 ടുവാർഡ്സ് ദ ടൗൺ, 1 ടുവാർഡ്സ് ദ സീ. അങ്ങനെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ ടവറും 2.5 മീറ്റേഴ്സ് എബവ് ആണ്, അബവ് ദ വാൾ. ഓരോ ടവറും അതിന്റെ ഹൈറ്റ് 2.5 മീറ്റേഴ്സ് മേലോട്ടും ഉണ്ട്. ഈ സ്റ്റെപ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടവറിന്റെ മേലോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്സുകളാണ്. ഈ വ്യൂസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്വയറിലുള്ള വാച്ച് ടവറിന്റെ മുകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് 3 ടൈപ്സ് വ്യൂസ് കാണാം. ഫുജിറ ടൗൺ കാണാം, അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ ആ പഴയ ലീഡേഴ്സിന്റെ വീടിന്റെ ഒരു വ്യൂസ് കാണാം. ഒരു സൈഡിൽ പള്ളിയിൽ ബോഡി കവർ ചെയ്യുന്ന ഏരിയ കാണാം. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നമുക്ക് ആ ഒരു വെല്ലുണ്ടല്ലോ, ആ ഡ്രൈ ആയിട്ടുള്ള വെല്ലിന്റെ ഒരു പോർഷനും കാണാം. അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു COVID-19 എനിക്ക് ഈ ടവറിന്റെ, ഈ ഫോർട്ടിന്റെ ഉൾഘോഷം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോഴുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിന്റെ കളേഴ്സിനെ പറ്റി. അതായത് ഡീപ്പ് ഓറഞ്ച് ടു ലൈറ്റ് ബ്രൗൺ അക്കോർഡിംഗ് ടു ദ കളർ, അക്കോർഡിംഗ് ടു ദ സൺ. അങ്ങനെയാണ്. അതായത് സണ്ണിന്റെ ലൈറ്റിനനുസരിച്ച് ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. എസ്പെഷ്യലി ആഫ്റ്റർ സൺസെറ്റിൽ ഇതിന്റെ കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡീപ്പ് ഓറഞ്ച് ആയിരിക്കും. My dear friends, this vlog is almost going to finish. So we are going to say goodbye to the great Fujairah Fort. നമ്മളിപ്പോൾ കാണുന്നത് ഫുജിറ ഫോർട്ടിന്റെ ആ എൻട്രൻസിന്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, don't forget to subscribe. And also don't forget to click on the bell icon. So my next video, it will reach you by notification. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 7:30 ആയിട്ടുണ്ട്. സോ വി ഹാഡ് സം സ്നാക്സ്. സോ നൗ ബാക്ക് ടു ഷാ റെസിഡൻസ് കോർഫുഖാൻ. ഇത് ഞങ്ങളുടെ സിറ്റിയിലോട്ടുള്ള ഒരു വ്യൂസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലുള്ള ഒരു വ്യൂസ് ആണ്.
അതുപോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എൻ്റെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് വൺ ഓൾസോ. So thanks a lot for watching my videos, and right now for the time being I am signing off. It's me, Shah.